نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹവും ബഹുമാനവുമാണ് മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരിൽ ഇളം തലമുറയിൽപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്തതിന്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് ഇങ്ങനെ കഠിന ഹൃദയരായിരുന്ന ഒരു ജനവിഭാഗത്തെ മാറ്റിയെടുത്തതിന്റെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്, അവിടുന്ന് ഫോക്കസ് ചെയ്തത് മനുഷ്യരുടെ മനസ്സുകളെയാണ്, ഹൃദയങ്ങളെയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, എനിക്ക് വ്യഭിചരിക്കണം, അതിന് അനുവാദം തരണം, അതിനുള്ള സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞു വന്ന ചെറുപ്പക്കാരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുത്തി കൈകാര്യം ചെയ്യുകയും അവന്റെ മനസ്സിനെ ശാന്തമാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവസാനം അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ വീട് കിട്ടുന്ന ചെറുപ്പക്കാരൻ അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അഥവാ മനുഷ്യരുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ കീഴടക്കുന്ന, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആശയങ്ങളും തസ്കിയത്തുകളും ആത്മവിചാരങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയത്. അഥവാ മനുഷ്യന്റെ മനസ്സിനെയാണ് നന്നാക്കി എടുക്കേണ്ടത് എന്ന ഖുർആനിന്റെ തത്വത്തെ അത് വളരെ വിജയകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗവൽക്കരിച്ചു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിനെ, റൂഹിനെ, നഫ്സിനെ
ആണയിട്ടുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് അതിനെ സൃഷ്ടിക്കുകയും അതിനെ സംവിധാനിക്കുകയും ശരിപ്പെടുത്തുകയും അതിന്റെ സിസ്റ്റം നൽകുകയും ചെയ്ത പടച്ച തമ്പുരാൻ ആ നഫ്സിൽ തന്നെയാണ് അതിന്റെ ഫുജൂർ, തിന്മകൾ ചെയ്യാനുള്ള ത്വര, അതിനുള്ള വാസന ആ നഫ്സിൽ തന്നെ അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുന്നു. അതിന്റെ സൂക്ഷ്മതാബോധവും അതേ ഹൃദയത്തിൽ, അതേ നെഞ്ചിൽ തന്നെ, അതേ നഫ്സിൽ തന്നെ പടച്ച തമ്പുരാൻ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഡുവൽ സിം ഉള്ള ഫോൺ പോലെ തിന്മ ചെയ്യാനൊരു ഹൃദയവും നന്മ ചെയ്യാൻ വേറൊരു ഹൃദയവും, ഇത് സൗകര്യപൂർവ്വം ഇങ്ങനെ ആക്റ്റീവ് ആക്കിയും ഡീആക്ടിവേറ്റ് ആക്കിയും ഒക്കെ നമുക്ക് നന്മ തിന്മകൾ ചെയ്യാവുന്ന സൗകര്യമില്ല. ഒരൊറ്റ ഹൃദയം കൊണ്ടാണ് എല്ലാം ചെയ്തു കൂട്ടേണ്ടത് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല അതിനെ വൈൻഡപ്പ് ചെയ്യുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നാണ്. അതിനെ പരിശുദ്ധപ്പെടുത്തിയവൻ, അതിനെ സംസ്കരിച്ചവൻ വിജയിക്കുകയും വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ, ആ മനസ്സിനെ നഫ്സിനെ മലീമസമാക്കിയവൻ അവൻ തോറ്റുപോവുകയും ചെയ്യുമെന്നാണ്. ഹൃദയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംസ്കരണ പദ്ധതിയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നോമ്പ് നമ്മളിലേക്ക് എത്തിച്ചേരാറായി. അഥവാ നോമ്പ് എല്ലാ കൊല്ലവും നമ്മൾ ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത നോമ്പിന്റെ ഒന്നും കണക്ക് നമ്മളെടുത്തില്ല. നമ്മൾ സമ്പാദിച്ചതിന്റെയും നമ്മൾ ചെലവാക്കിയതിന്റെയും വാങ്ങിയതിന്റെയും കൊടുത്തതിന്റെയും ഒക്കെ സാമ്പത്തികമായ കണക്ക് കൃത്യമായി വെക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടാണ് പരലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇബാദത്തുകളുടെ കണക്കൊന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ല. അത് സൂക്ഷിച്ചു വെക്കാൻ അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ ഓരോ നോമ്പ് കാലം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ നോമ്പുണ്ടാക്കുന്ന സ്വാധീനവും മാറ്റവും എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നോമ്പ് എന്നുള്ളത് കേവലം മതപരമായ ഒരു അനുഷ്ഠാനം എന്നതിനപ്പുറം ആധുനികമായും പുരാതനമായും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ നേരിടുന്ന ശാരീരികമായ, മാനസികമായ, സാമൂഹികമായിട്ടുള്ള എല്ലാതരം വെല്ലുവിളികൾക്കുമുള്ള ഒരു ഒറ്റമൂലി പരിഹാരമായിക്കൊണ്ടാണ് നോമ്പിനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അഥവാ ഉപഭോഗ സംസ്കാരത്തിന് എതിരായിട്ടുള്ള ഒരു പോരാട്ടമായി, ആത്മീയതയുടെ ഒരു യുദ്ധക്കളമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അവനവനിലെ ഓരോരുത്തരും അവനവനിലുള്ള അധമ വികാരങ്ങളോട്, അലസതയോട്, കെടുകാര്യസ്ഥതയോട്, പൈശാചികമായ പ്രേരണകളോട് പോരാടി ജയിക്കാനുള്ള ഒരു അവസരം. ഒരു പോരാളി, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പോരാളിയെ പോലെ റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നുള്ളതാണ്. ഒരു മഹാപോരാട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഫിറ്റ്നസ് നോക്കണം. മുമ്പുണ്ടായിരുന്ന പോരാട്ടങ്ങളിലും യുദ്ധങ്ങളിലും ഉണ്ടായ മുറിവുകൾ കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കണം. ശരീരത്തിന് കരുത്തുണ്ട് എന്ന് ഉറപ്പുവരുന്നത്. അത് ഏതൊരു ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായ ഏതൊരു കായിക അഭ്യാസത്തിന് ഇറങ്ങുകയാണെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അയാൾ ആ കളിയിൽ 1 മണിക്കൂർ ആകട്ടെ, 10 മിനിറ്റ് ആകട്ടെ, 5 മിനിറ്റ് ആകട്ടെ, അതിൽ ആ കളിക്കളത്തിൽ അയാൾക്ക് കൃത്യമായിട്ട് തന്റെ പ്രകടനം കാഴ്ചവെക്കാനുള്ള ശാരീരികമായ ശേഷി, അതിനുള്ള ശാരീരിക ക്ഷമത ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഹറാമിന്റെ വ്രണങ്ങൾ, മുറിവുകൾ, പരിക്കുകൾ അതൊക്കെ ചികിത്സിച്ച് മാറ്റിയിട്ട് വേണം റമദാനിലേക്ക് നമ്മൾ കടക്കാൻ എന്നുള്ളതാണ്. ഫീ ഖുലൂബിഹിം മറദൻ ഫസാദഹുമുല്ലാഹു മറദ. ഹൃദയങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകും, വ്രണം ഉണ്ടാകും എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഫസാദഹുമുല്ലാഹു മറദ. ആ തിന്മകളെ, ആ ഹൃദയത്തിലെ, മനസ്സിലെ വ്രണങ്ങളെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ അതങ്ങനെ പെരുകി പിന്നീട് ഒരിക്കലും അയാൾക്ക് തന്നെ തിരുത്താൻ കഴിയാത്ത വിധത്തിൽ അത് കല്ലിച്ചു പോകും, അതവിടെ മരവിച്ചു കിടക്കും. അഥവാ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ അവരൊരിക്കലും വിശ്വാസികളാകാൻ പോകുന്നില്ല.
അവരെ നീ എത്ര തന്നെ ഉപദേശിച്ചാലും വഅദ് പറഞ്ഞാലും വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. എത്ര വഅദ് പറഞ്ഞിട്ടും എത്ര താക്കീത് ചെയ്തിട്ടും കാര്യമില്ല, അവര് ആ താക്കീതൊന്നും അവരെ സ്വാധീനിക്കാൻ പോകുന്നില്ല. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അല്ലാഹു തആല അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ താഴ്ത്തു കൂട്ടിയിരിക്കുകയാണ്. അത് ഇനി തുറക്കാൻ സാധ്യമല്ലാത്ത വിധം. ഇപ്പൊ നമ്മളിലുള്ള മനസ്സിനേറ്റിട്ടുള്ള പരിക്കുകളെ അത് യഥോചിതം മനസ്സിലാക്കി തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ഇപ്പൊ നമ്മൾ പട്ടാളക്കാരൊക്കെ ഒരുപാട് ഭാരങ്ങളും ബാണ്ടൊക്കെ ചുമന്നുകൊണ്ടാണ് അവര് യുദ്ധത്തിൽ പോരാടുന്നത്. അതൊക്കെ ചുമന്നുകൊണ്ട് പോരാടാനുള്ള കൃത്യമായ പരിശീലനവും പ്രാക്ടീസും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തിന്മകൾ നിറഞ്ഞ ഒരു യുദ്ധക്കളത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ ബാണ്ഡങ്ങളും നമ്മൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്തേക്ക് ഈ ബാണ്ഡവും ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന ഗതികേട് അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലയഹ്മിലന്ന അസ്ഖാലഹും മഅ അസ്ഖാലിഹിം. തീർച്ചയായും പാപഭാരങ്ങൾക്കുമേൽ പാപഭാരം അവർ ചുമന്നു പോകേണ്ടി വരും എന്നാണ്. അവർ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ച തിന്മയുടെ പാപഭാരങ്ങൾ അവർ വഹിച്ചു പോകേണ്ടി വരും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ചെയ്തു കൂട്ടുന്ന തിന്മകളൊക്കെ ഒരു പാണ്ഡമായി ഭാരമായി അവന്റെ ശരീരത്തെ, അവന്റെ മനസ്സിനെ, ഹൃദയത്തെ, അവന്റെ ഭാവി ജീവിതത്തെ ഒടിച്ചു കളയുന്ന ഭാരങ്ങളായി അവന്റെ മേലുണ്ടാകും. ഇതൊന്നും വേറെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതിന്റെ അല്ല. ഒരാൾ വേറൊരാളുടെ ഭാരം ചുമക്കേണ്ടി വരില്ല. ഒക്കെ അവനവൻ ചെയ്തതാണ്. എങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ അവനവനിൽ വലിയ പാടുകളും കറകളുമായി ഭാരമായി തീർന്നു എന്നതല്ല. ഒരു സംശയം വേണ്ട, അവർ സമ്പാദിച്ചത് കാരണമായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ കറകൾ വീണിരിക്കുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, സ്വർഗത്തിലേക്കുള്ള ഓട്ടത്തിൽ പാപങ്ങളുടെ ഭാരം ചുമന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ആയി പോകരുത്. മുൻഗാമികളായ സ്വഹാബാക്കൾ അവര് റമദാനിന്റെ 6 മാസം മുമ്പ് തന്നെ അടുത്ത റമദാനിന് വേണ്ടി ഒരുങ്ങി തുടങ്ങുമെന്നാണ്. പരസ്പരം പൊരുത്തങ്ങൾ ചോദിക്കും, കടബാധ്യതകൾ തീർക്കുമെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന തന്നെ കാണാം. യുദ്ധത്തിനു മുമ്പ് സൈനികനെ ഒരുക്കാത്ത ഒരു നേതാവ്, ഒരു സൈന്യാധിപൻ, അയാള് പരാജയമാണ് അയാൾ സജ്ജമാക്കുന്നത്, ഒരുക്കുന്നത് എന്നാണ്. അഥവാ നമ്മളിലെ പൈശാചികതയോട്, തിന്മകളോട് പൊരുതാനുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിട്ടില്ല എങ്കിൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ പോലും അത് പ്രായോഗികമാണ്. റമദാനിൽ ആണ് നമുക്കറിയാം ബദർ സംഭവിക്കുന്നത്. ബദർ യുദ്ധത്തിന് മുമ്പ് സ്വഹാബാക്കൾ ശാരീരികമായി അവർ ഒരുങ്ങുന്നതിനേക്കാളേറെ മാനസികമായി മുന്നൊരുക്കമാണ് അവരിൽ ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ മറ്റൊരു വിഷയമാണ്. സ്വഹാബാക്കൾ ആത്മപരിശോധന നടത്തി. ബദറിന്റെ തലേന്ന് രാത്രി, യുദ്ധങ്ങളുടെ തലേന്ന് രാത്രികളിൽ നിരന്തര പ്രാർത്ഥനയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയുമായിരുന്നു അവർ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതിന് ശക്തി ആർജിക്കുകയും ചെയ്തത് എന്നാണ്. അഥവാ ആയുധം കൊണ്ടല്ല, ഹൃദയ വിശുദ്ധി കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിന്മകളോട്, അധാർമികതയോട് പൊരുതാനുള്ളത് എന്ന വസ്തുത. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരുപാട് നിയന്ത്രണങ്ങളുടെ, അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള പല സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ മൊബൈൽ ഫോൺ, അതിന്റെ സിസ്റ്റം ഹാങ് ആവുന്ന അനുഭവം നമുക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ അതിന്റെ കാരണം അതിങ്ങനെ കൃത്യമായി പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാതാകുമ്പോൾ നമ്മൾ കാണിക്കുമ്പോ അതിന്റെ ടെക്നീഷ്യന്മാർ പറയും ഇതിന്റെ കുറെ ആവശ്യമില്ലാത്ത കുറെ സ്പാം ആയിട്ടുള്ള ആപ്പുകളും മറ്റൊക്കെ, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ഫയലുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളുണ്ട്, ഇതൊക്കെ ക്ലോസ് ചെയ്യണം, ഇതൊക്കെ ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത കുറെ ഫയലുകളുണ്ട്.
നമ്മൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ചിന്താഗതികളുടെ, മനോഭാവങ്ങളുടെ ഒക്കെ പല കോണുകളിലും ആവശ്യമില്ലാത്ത പലതുമുണ്ട്. ഇതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ക്ലോസ് ചെയ്യാനും അതിനെയൊക്കെ ഒഴിവാക്കാനും റമദാനിന് മുമ്പ് നമ്മുടെ മനസ്സിനെ ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഒരു മരം നല്ല കർഷകര് മരമൊക്കെ ചില സന്ദർഭങ്ങളിൽ വെട്ടിയിട്ട് അതിന്റെ കൊമ്പും കണയൊക്കെ വെട്ടി കടിയുന്നത് കാണാൻ കഴിയും. തേക്ക് മരവും അതുപോലെയുള്ള മരങ്ങളൊക്കെ കർഷകർ വെട്ടി മുറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വേദന തോന്നും. എന്നാൽ കൂടുതൽ ശക്തമായി അത് തടിയും കൂടുതൽ ശക്തമായ ഇലകളും കൊമ്പുകളും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക പ്രക്രിയ മാത്രമാണ്. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളാണെങ്കിലും, ശാരീരികമായി അതിന്റെ കൊഴുപ്പുകളാണെങ്കിലും, മാനസികമായി അധമ വികാരങ്ങളെ, ഇതിനെയൊക്കെ ഒഴിവാക്കാനും ഹൃദയത്തിൽ നിന്നും പാപങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരവസരം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാ ബാഗിയൽ ഖൈർ അക്തിർ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ ഇതാ റമദാൻ ആഗതമായിരിക്കുന്നു, അക്തിർ, നീ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചോ. വയാ ബാഗിയ ശർ, തിന്മ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞു നിൽക്കുന്നവനെ അക്സിർ, നീ അതൊക്കെ ഒഴിവാക്കിക്കോ, അതൊക്കെ ചുരുക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം അങ്ങേയറ്റത്തെ ഉപഭോഗ ജ്വരം, ഒരു എല്ലാത്തിനും കാണുന്നതൊക്കെ വാങ്ങുക, ആഗ്രഹിക്കുന്നതെല്ലാം അനുഭവിക്കുക, രുചിയുള്ളതൊക്കെ തിന്ന, അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഇതൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഹൈപ്പർ കൺസ്യൂമറൈസേഷൻ, അങ്ങേയറ്റത്തെ ഒരു ഉപഭോഗ ജ്വരം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുതരം ഹൈപ്പർ സെക്സലൈസേഷൻ സിസ്റ്റം നമ്മളിലൊക്കെ കടന്നു വന്നിരിക്കുന്നു. വികാരങ്ങൾ ആരോട് താല്പര്യം തോന്നുന്നു അതിനെ സംബന്ധിച്ച് വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് നിയന്ത്രണമില്ലാതെ പോവുക. ഇങ്ങനെ എല്ലാ നിലക്കും മനുഷ്യനെ ഒരു ഉപഭോഗ വസ്തുവായി, എല്ലാം അനുഭവിക്കാൻ ഒരു വസ്തുവായി മാറ്റുന്ന തരത്തിൽ ലോകം നമ്മളോട് പറയണതാണ്. ആഗ്രഹങ്ങൾ, നിങ്ങൾ ആഗ്രഹങ്ങൾ, ചെറിയ ജീവിതമാണ്, ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തൂ. ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല നോമ്പ് പറയുന്നത്, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാണ്. മല്ലം യദ ഖൗല സൂറ വൽ അമല ബിഹി ലൈസ അല്ലാഹു ബിഹി ഹാജതൻ ഫി അൻ യദഅ തഅമുഹു വശറാബ. ആവശ്യമില്ലാത്ത, തന്റെ പരലോകത്തേക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഒരു പ്രവർത്തനവും ഒരു വാക്കും സംസാരവും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവന്റെ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരുത്തന്റെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അവനവന്റെ ആഗ്രഹങ്ങളെയല്ല, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, സ്വന്തം ഇച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടോ എന്ന്. സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോകുക, അവനവന്റെ അടിമത്തത്തിൽ നിന്ന്, ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറുക എന്നുള്ളത്, അഥവാ അതോറിറ്റിയിലേക്ക്, സ്ലേവറിയിൽ നിന്ന്, അഡിക്ഷനിൽ നിന്ന് അതോറിറ്റിയിലേക്ക് മാറുക എന്നുള്ളത്. അവനവനെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരവും ഒരു ശക്തിയും നമ്മളിൽ വീണ്ടെടുക്കുക എന്നാണ്. ഉപഭോഗത്തിൽ നിന്ന് അഥവാ കൺസ്യൂമറിൽ നിന്ന് ബിലീവറിലേക്ക്, വിശ്വാസിയിലേക്ക് ഉയരാൻ നമ്മൾ നോമ്പ് കൊണ്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമ്മൾ നോമ്പ് പലപ്പോഴും മാർക്കറ്റിലാണ്, അങ്ങാടികളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്നത് എങ്കിൽ മാർക്കറ്റിൽ നിന്നും മസ്ജിദിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ നോമ്പ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു സാധനം അത് വാങ്ങുമ്പോഴാകട്ടെ, തിന്നുമ്പോഴാകട്ടെ, കുടിക്കുമ്പോഴാകട്ടെ ഒരു താൽക്കാലികമായ ഒരു സുഖം ഉണ്ടാകും. ഇങ്ങനെയുള്ള താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഒരു ടെമ്പററി ഹൈ, അത് ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് പട്ടിണിയിലൂടെ, ആത്മനിയന്ത്രണത്തിലൂടെ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു ലോങ് ടേം ഫുൾഫിൽമെന്റ് ആണ്, അഥവാ നീണ്ടു നിൽക്കുന്ന സക്കീനത്താണ്.
താൽക്കാലികമായ സുഖത്തിൽ നിന്ന് സക്കീനത്തിലേക്ക്, ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. നോമ്പെടുക്കുന്ന ശാരീരികമായി പോലും ഒരുപാട് ഗുണഗണങ്ങൾ ആരോഗ്യപരമായി പോലും ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓട്ടോഫജി എന്ന് പറയുന്ന ഒരു പഠനം 2006 നോബൽ സമ്മാനം ലഭിച്ച യോഷിനോ ഒസേമി എന്ന് പറയുന്ന നോബൽ ജേതാവ് ഇങ്ങനെ ഒരു പഠനശാഖ അഥവാ ക്യാൻസറിനെ, നമ്മുടെ ശരീരത്തിൽ അമിത ഭോഗം കൊണ്ടുണ്ടാകുന്ന, ഉപഭോഗം കൊണ്ടുണ്ടാകുന്ന വർദ്ധിച്ച കോശങ്ങളെ ശരീരം തന്നെ തിന്നുകയും അങ്ങനെ പട്ടിണിയുള്ള സമയത്ത് ശരീരത്തിനകത്തുള്ള അനാവശ്യമായിട്ടുള്ള കോശങ്ങളെ തിന്നുകൊണ്ട് ശരീരത്തെ ഒരു സുസ്ഥിരമായ അവസ്ഥയിലേക്ക് വീണ്ടെടുക്കുന്നതിന് സാധിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെടുന്നു. അൽഷിമേഴ്സ്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പ്രതിവിധിയാകുമെന്നും അതുപോലെ തന്നെ ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ കുറച്ചു കൊണ്ടുവരാൻ പട്ടിണി കൊണ്ട്, നോമ്പ് കൊണ്ട് സാധിക്കുമെന്നും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന, വിശപ്പ് അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്താഗതി അത് കൃത്യമായി തലച്ചോറിനെയും ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ലികുല്ലി ഷൈഇൻ സക്കാത്ത്, എല്ലാത്തിനുമുണ്ട് സക്കാത്ത് എന്നതുപോലെ തന്നെ വസക്കാത്തുൽ ജസദി അസ്സൗം, ശരീരത്തിനുണ്ട് സക്കാത്ത്, അത് ശരീരത്തിന്റെ നോമ്പാണ് എന്ന് പറയപ്പെടാറുണ്ട്. അഥവാ നമ്മൾ ഒരു ഉപഭോക്ത വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് നമ്മളെ ഒരു വിശ്വാസി എന്ന തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തഖ്വയുള്ളവരാവുക എന്നതാണ്. സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്കും നോമ്പ് നിർബന്ധമായിരുന്നു, അതുപോലെ ഇതാ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുന്നു. നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തഖ്വ ആർജിക്കുക എന്നുള്ളതാണ്, തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബാബുകളോട്, യുവാക്കളോട് പറഞ്ഞത് യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതഅ മിൻകുമിൽ ബാഅ, നിങ്ങളിൽ വിവാഹപ്രായമെത്തിയവർ വിവാഹിതരാവുക, അത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ പരിശുദ്ധിയെയും വിശുദ്ധിയെയും ചാരിത്രത്തെയും കാത്തു സൂക്ഷിക്കാൻ അത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഗുണകരമാകും. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, വിവാഹിതരാകാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ശാരീരികമായ തൃഷ്ണകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നാണ്. ആ നോമ്പ് അവനൊരു വലിയ പ്രതിരോധ കവചമായി അവന് വർത്തിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് മനുഷ്യ വികാരം എന്ന് പറയുന്നത് അത് കുതിരയെ പോലെയാണ്. കടിഞ്ഞാണില്ലാത്ത കുതിര, ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സഞ്ചാരിയെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെ കടിഞ്ഞാണില്ലാത്ത ഒരു ജീവിതം ഒരു മനുഷ്യനെ സ്വർഗത്തിന് പകരം നരകത്തിലേക്കാണ് അയാൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഈ ഉപഭോഗ സംസ്കാരത്തിനിടയിൽ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ആഗ്രഹിക്കുന്നതെല്ലാം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഉപ്പുവെള്ളം കുടിച്ചതുപോലെയാണ്. അത് കുടിക്കും തോറും ദാഹം കൂടുന്നതല്ലാതെ അതിനൊരു ശമനം ഉണ്ടാവില്ല. അതുപോലെയാണ് ദുനിയാവ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായ തൃഷ്ണകളെ നിയന്ത്രിച്ചുകൊണ്ട് ലെസ് ഈസ് മോർ അഥവാ കുറക്കുക എന്നുള്ളതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുക, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിനെ കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ട് ഇസ്ലാം ഒരു മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിത്വത്തെ, വിശുദ്ധിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും തഖ്വ വീണ്ടെടുക്കുവാനുമുള്ള പരിശ്രമമായിരിക്കണം റമദാനിലൂടെ ഉണ്ടാകേണ്ടത്. KSEBയുടെ ഉദ്യോഗസ്ഥന്മാര്, അതിന്റെ പണിക്കാര് ചില സന്ദർഭങ്ങളിലൊക്കെ റോഡിലെ സൈഡിലെ കൊമ്പുകളും കണകളും ഒക്കെ ഇങ്ങനെ വെട്ടി കരണ്ടിന്റെ വയറിന് തടസ്സമില്ലാത്ത തരത്തിൽ, സ്വച്ഛമായിട്ട് അപകടമില്ലാത്ത തരത്തിൽ അതൊക്കെ കൊമ്പുതൊക്കെ വെട്ടി മാറ്റുന്നത് പോലെ അള്ളാഹുവിലേക്ക് പ്രവഹിക്കേണ്ട നമ്മുടെ ഇബാദത്തുകൾ, ആരാധനകൾ, അതിന്റെ സിഗ്നൽ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ
എല്ലാ തടസ്സങ്ങളും, അതിന് തടസ്സമായി നമ്മളിലുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കി ശുദ്ധിയാക്കിക്കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ അതിനെ അനുഭവിക്കാനും അതിനെ അനുഷ്ഠിക്കുവാനുമുള്ള എല്ലാ സൗഭാഗ്യവും അതിലുള്ള ആയുരാരോഗ്യവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുന്നു.